വെൽക്കം ബാക്ക് എവരിവൺ. ഇലക്ട്രിസിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇലക്ട്രിസിറ്റിയുടെ 8ാമത്തെ ക്ലാസ്സാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്തുള്ള കുറച്ച് മെയിൻ പാർട്സിനെ പറ്റിയാണ്. സോ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ കവർ മാറ്റുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകംഭാഗം കാണാം. സോ ഇതാണ് നമുക്ക് ഈ കവർ അഴിച്ചാൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ചില മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ പ്ലഗ്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കോയിൽ, അതുപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആൻഡ് സ്വിച്ചസ്, അതുപോലെ മദർ ബോർഡ്, ഇതെല്ലാമാണ് ഇതിൻ്റെ മെയിൻ പാർട്സ്. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് പവർ പ്ലഗിലൂടെയാണ്. പവർ പ്ലഗ് കുത്തി കറണ്ട് പാസ് ചെയ്ത് കറണ്ട് മദർ ബോർഡിൽ വന്ന് മദർ ബോർഡിൽ നിന്ന് ഇൻഡക്ഷൻ കോയിലിലേക്ക് പോയി അതുപോലെ നമുക്ക് വേണ്ട അനുസൃതം നമുക്ക് സ്വിച്ചസ് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വരുന്നതാണ് ഈ കൂളിംഗ് ഫാൻ. ഇതും ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കുന്ന കുറച്ച് കമ്പോണൻസിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ വയർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ കറണ്ട് സർക്യൂട്ടിലേക്ക് പാസ്സാവില്ല. ഇനി വയർ ഡാമേജ് അല്ല, കറണ്ട് പാസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തടസ്സമായി വരുന്നതായിരിക്കും ഫ്യൂസ് ഡാമേജ് ആയാൽ സർക്യൂട്ടിലേക്ക് കറണ്ട് പാസ്സാവില്ല. അതുപോലെ തന്നെ ഫ്യൂസ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിഡ്ജ് റെസിസ്റ്റൻസും അതിൻ്റെ അടുത്തുള്ള ഈ കോമ്പോണൻറ്റും ഇത് ഏതെങ്കിലും വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തനത്തിൽ ഇത് രണ്ടും വളരെ ഹീറ്റാവും. അപ്പോൾ ഈ രണ്ട് കോമ്പോണൻസും ഹീറ്റാവുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാമാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മെയിൻ പാർട്സും അതുപോലെ തന്നെ ലൈറ്റ് യൂസും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ കേടുവന്നു എന്ന് വെച്ചാൽ സ്വയം റിപ്പയർ ചെയ്യാൻ നിൽക്കാതെ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് പോയി റിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ